ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തെങ്ങിന് വേനൽക്കാലത്ത് കൊടുക്കേണ്ട സംരക്ഷണത്തിനെ കുറിച്ചാണ്. വായോ കൂട്ടുകാരെ വീഡിയോയിലേക്ക്. വേനൽക്കാലത്ത് ഏകദേശം 55 ലിറ്റർ മുതൽ 120 ലിറ്റർ വരെ വെള്ളം ഓരോ ദിവസവും ആവശ്യമാണ്. മണ്ണിലെ ഈർപ്പം അനുസരിച്ച് നനച്ചു കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് മണ്ണിലെ വെള്ളം ആവിയായി പോകുന്നത് തടയാൻ സഹായിക്കും. തെങ്ങിൻ തടത്തിൽ ഈർപ്പം നിലനിർത്താൻ തെങ്ങോലകൾ, തൊണ്ട്, ഉണങ്ങിയ കരിയിലകൾ ഇട്ടുകൊടുക്കുന്നത് അനുയോജ്യമാണ്. തെങ്ങിനു ചുറ്റും തടമെടുത്ത് തൊണ്ട് കുഴിച്ചിടുന്നത് വേനൽക്കാലത്ത് ജലസംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മണ്ണിൽ ഈർപ്പമുണ്ടെങ്കിൽ തെങ്ങിന് 1 കിലോ ഡോളോമേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റോ നൽകാവുന്നതാണ്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് എന്നിവ ചേർക്കുന്നത് മണ്ണിൻ്റെ ഫലപൂർത്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തെങ്ങിൻ തോട്ടത്തിൽ ഇടവിള കൃഷി ചെയ്യുന്നത് മണ്ണിലെ തണൽ നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈർപ്പം സംരക്ഷിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഓലമടലിൻ്റെ ഇടഭാഗത്തായിട്ട് നമുക്ക് കൊമ്പൻ ചെല്ലി വന്ന് കുത്താതിരിക്കാൻ വേണ്ടി കല്ലുപ്പും മണലും കൂടെ ഉള്ള മിശ്രിതം ഇളക്കി അതിൻ്റെ ഇട സൈഡിൽ ഇടുന്നത് നല്ലതാണ്. ഒരു പരിധിവരെ ചെല്ലിയുടെ ശല്യം പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്കോ വേപ്പിൻ കുരു പൊടിച്ചതോ തുല്യ അളവ് മണലുമായി കലർത്തി ഓലയുടെ ഇട സൈഡിൽ വെക്കാവുന്നതാണ്. ഒരു കിലോ ആവണക്കും പിണ്ണാക്ക് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി മൺപാത്രത്തിൽ വെച്ച് തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളായി പാത്രങ്ങളിൽ വെക്കുക. ഇത് ചെല്ലികളെ ആകർഷിച്ച് നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ മരത്തിലും അതുപോലെ തന്നെ ചെറിയ വലകൾ വെക്കുന്നത് നല്ലതാണ്. കാരണം തൈമരത്തിലാണ് കൂടുതൽ ചെല്ലിയുടെ ശല്യം കൂടുതൽ. അപ്പോൾ തൈമരത്തിൽ ഇതുപോലെ ചെറിയ വലകൾ മുറിച്ച് വെക്കുന്നത് നല്ലതാണ്. ചെറിയ തൈത്തെങ്ങുകളിൽ നമുക്ക് മീൻ വലയുടെ ചെറിയ ഭാഗങ്ങൾ മുറിച്ച് മടലിലെ ഇടഭാഗങ്ങളിൽ വെക്കാം. ഒരു പരിധിവരെ ഇത് ചെല്ലിയുടെ ശല്യത്തിൽ നിന്ന് പരിഹാരമാണ്. ചെറിയ തൈകൾ വേനൽക്കാലത്ത് നല്ലപോലെ നനച്ചു കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇനിയും വീണ്ടും ഇടുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പിന്നെ കാണാം.